പശ്ചിമേഷ്യയെ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് അതീവ നിർണായകരമായ ഒരു സൈനിക നീക്കത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ശക്തമായ തിരിച്ചടിയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വൻ വ്യോമാക്രമണം നടത്തിയതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇറാൻ നഗ്നമായി ലംഘിച്ചെന്ന് ആരോപിച്ചാണ് അമേരിക്കയുടെ ഈ കടുത്ത സൈനിക നടപടി. ഹോർമൂസ് കടലിടുക്കിലെ അപ്രതീക്ഷിത പ്രകോപനത്തിന് പിന്നാലെ ഒട്ടും സമയം കളയാതെയാണ് വാഷിംഗ്ടണിൽ നിന്നും തിരിച്ചടിക്കാനുള്ള അന്തിമ ഉത്തരവ് പുറത്തുവന്നത്. കേവലം ഒരു താക്കീത് എന്നതിനപ്പുറം ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷിയുടെ നട്ടലൊടിക്കുക എന്ന ക്രൂരമായ ലക്ഷ്യത്തോടെയായിരുന്നു US വ്യോമസേനയുടെ ഈ മിന്നൽ നീക്കം. അർദ്ധരാത്രിയിൽ പശ്ചിമേഷ്യയെ ഒന്നടങ്കം നടുക്കിക്കൊണ്ട് നടന്ന ഈ വൻ വ്യോമാക്രമണത്തിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളുടെയും ആയുധപ്പുരകളെയും ലക്ഷ്യം വെച്ചായിരുന്നു അമേരിക്കൻ മിസൈലുകൾ വന്നു പതിച്ചത്. US സെൻട്രൽ കമാൻഡിന്റെ ഏകോപനത്തിൽ നടന്ന ഈ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സുപ്രധാനമായ 2 പ്രതിരോധ മേഖലകളാണ് പൂർണ്ണമായും തകർക്കപ്പെട്ടത്. ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ വൻതോതിൽ ഡ്രോണുകളും ഹ്രസ്വദൂര മിസൈലുകളും സൂക്ഷിച്ചിരുന്ന ഈ പ്രധാന സംഭരണശാലകളെ അമേരിക്കൻ ബോംബാക്രമണം പൂർണ്ണമായും തകിടം മറിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ കൃത്യമായി നിരീക്ഷിക്കാനും അവയുടെ സഞ്ചാരപാത കണ്ടെത്താനും ഇറാൻ സൈന്യം ഉപയോഗിച്ചിരുന്ന അത്യാധുനിക തീരദേശ റഡാർ ശൃംഖലകളും US സൈന്യം മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു. കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇറാന്റെ നിരീക്ഷണ ആക്രമണ ശേഷി ഇല്ലാതാക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇറാനിലെ പ്രധാന സൈനിക താവളങ്ങൾക്ക് നേരെ ഇത്രയും ശക്തമായ വ്യോമാക്രമണം നടന്നിട്ടും അവിടെ നിന്നും ഇതുവരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാകാത്ത ഇറാൻ സൈനിക ആയുധശേഷി മാത്രം ലക്ഷ്യവെച്ചിട്ടുള്ള അതീവ കൃത്യതയാർന്ന ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. തങ്ങളുടെ അതിർത്തികളും കപ്പൽശാലകളും ലംഘിച്ചാൽ ഇറാന്റെ ആയുധപ്പുരകൾ തകർക്കാൻ അമേരിക്കയ്ക്ക് മിനിറ്റുകൾ മാത്രം മതി എന്ന ശക്തമായ സന്ദേശമാണ് ഈ ആക്രമണത്തിലൂടെ പെന്റഗൺ നൽകുന്നത്. മാസങ്ങളായി നിലനിൽക്കുന്ന താൽക്കാലിക സമാധാന കരാറാണ് ഒരൊറ്റ രാത്രിയിലെ ആക്രമണത്തോടെ ഇല്ലാതായിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പെട്ടെന്നുള്ള സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തങ്ങളുടെ റഡാർ സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളും തകർത്ത അമേരിക്കൻ നടപടിയോട് ഇറാന്റെ സൈനിക നേതൃത്വം ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിന് പിന്നിലെ രാഷ്ട്രീയ പശ്ചാത്തലവും പശ്ചിമേഷ്യയെ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിയ US ആക്രമണത്തിന് തൊട്ടു മുൻപ് വൈറ്റ് ഹൌസിൽ അരങ്ങേറിയത് അതീവ നാടകീയമായ രംഗങ്ങളായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറുകളെല്ലാം നിലനിൽക്കെയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നതിനിടയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ അപ്രതീക്ഷിത നീക്കമുണ്ടായത്. രാജ്യാന്തര ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടത്. പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ തികച്ചും ബുദ്ധിശൂന്യമായ ഒരു നടപടിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഈ ഒരൊറ്റ കടുത്ത പ്രതികരണമാണ് മിനിറ്റുകൾക്കകം ഇറാന്റെ മണ്ണിൽ മിസൈലുകളായി പതിച്ചത്. വാഷിംഗ്ടണിൽ മാധ്യമങ്ങളെ കണ്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ നടത്തിയ നീക്കത്തിന്റെ കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അന്താരാഷ്ട്ര കപ്പൽശാലകളിലൂടെ നീങ്ങുകയായിരുന്ന ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരേ സമയം 4 അത്യാധുനിക ഡ്രോണുകളാണ് കുതിച്ചെത്തിയത്. മേഖലയിൽ കാവലുണ്ടായിരുന്ന അമേരിക്കൻ നാവികസേന അതീവ ജാഗ്രതയോടെ ഇതിൽ 3 ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി വെടിവെച്ചിട്ടു. ഈ നീക്കം വെറുമൊരു പ്രകോപനമല്ല, മറിച്ച് നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് ട്രംപ് ആവർത്തിച്ചത്. ട്രംപിന്റെ ഈ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ്: പശ്ചിമേഷ്യയിലെ സുരക്ഷാ കാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. സമാധാന കരാറുകൾ ലംഘിച്ച് ചരക്ക് കപ്പലുകളെ തടസ്സപ്പെടുത്താൻ നോക്കിയാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും. ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചു. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ കടുത്ത വിമർശനവുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും രംഗത്തെത്തിയിട്ടുണ്ട്. ഒമാൻ പ്രഖ്യാപിച്ച പുതിയ കപ്പൽപാത തങ്ങൾ അംഗീകരിക്കില്ലെന്നും തങ്ങളുമായി കൂടിയാലോചിക്കാതെയുള്ള ഈ നടപടിയും ഹോർമൂസിൽ അനുവദിക്കില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം സുരക്ഷിത പാതയിലൂടെ മാത്രമായിരിക്കണമെന്നും നയതന്ത്രം പാലിക്കാത്ത കപ്പലുകൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കപ്പലുടമകൾക്ക് മാത്രമായിരിക്കുമെന്നും ഇറാൻ വൃത്തങ്ങൾ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. താൽക്കാലികമായി നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം തകർന്നതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത ആശങ്കയിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്കയുടെ ശക്തമായ പ്രഹരത്തോട് ഇറാന്റെ സൈനിക നേതൃത്വം വരും മണിക്കൂറുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അന്താരാഷ്ട്ര സുരക്ഷയുടെ ഭാവി.